ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഹൊറർ ടെയിൽ ചാപ്റ്റർ 1-ൻ്റെ പാർട്ട് 2 ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പാർട്ട് 1 നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും കയറി കാണുക ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ട്രീ ഹൗസിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ റോപ്പ് കൊണ്ടുപോയി നമ്മുടെ ഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമുക്കിനി കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ഞാനെന്തായാലും റോപ്പ് കൊണ്ടുപോയി നമ്മുടെ ഹാരിക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കിനി 3 സാധനങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്: ബൈനോക്കുലർ, ബാറ്ററി, പിന്നെ ക്യാൻസ്. ഈ 3 സാധനമാണ് ഗൈസ് കണ്ടുപിടിക്കാനുള്ളത്. ബാറ്ററി നമുക്ക് എവിടെയാണെന്ന് അറിയാം ഗൈസ്. നമ്മുടെ ടോയ് കാറിലാണ് ബാറ്ററി. അപ്പോൾ അതെന്തായാലും നമുക്ക് എടുക്കണം ഗൈസ്. അവൻ താഴത്തേടെ നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അവനിവിടെ, ഓ ഗൈസ്, ഓക്കെ ഓക്കെ ഓക്കെ, അവൻ അങ്ങോട്ട് പോവാം കേട്ടോ. ഓക്കെ, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് വേറെ അങ്ങോട്ടേനും പോവാം. നമുക്ക് എന്തായാലും ഫാമിലിയിലേക്ക് പോവാം ഗൈസ്. നമുക്ക് ഫാമിലിയിലേക്ക് പോവാം. ഓക്കെ, ഞാനങ്ങനെ ഫാമിലി എത്തിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. നമ്മൾ ടോയ് കാർ പുറത്തെടുത്തായിരുന്നു ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്തായാലും അത് പോയി കാണുക ഗൈസ്. അതിനകത്ത് നമ്മൾ ടോയ് കാർ പുറത്തെടുത്തായിരുന്നു ഗൈസ്. ഇനി ആ ടോയ് കാറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ബാറ്ററി എടുക്കണം. ഓക്കെ, ഇതെന്താണ്? ഓക്കെ ഗൈസ്, നമുക്ക് ഗ്യാസ് ഓയിൽ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ടോയ് കാറിൽ നിന്ന് ബാറ്ററി എടുക്കാം ഗൈസ്. ഗൈസ്, കിഡ്നാപ്പർ വരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ബാറ്ററി എടുത്തുകൊണ്ട് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് ഇടാം. നമുക്കങ്ങനെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവനെവിടെ ഗൈസ്? അവനെ കാണാനില്ല. ഓ എടാ, പണിപ്പാളിയനെ ഇപ്പോൾ ഗൈസ്. പണിപ്പാളിയനെ കറക്റ്റ് അവൻ്റെ മുമ്പിലേക്ക് തന്നെ ചെന്ന് കയറി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, ഇപ്പോൾ പണി പാളിയനെ. നമുക്കെന്തായാലും എടാ അവന് നമുക്കെന്തായാലും ഇവിടെ ഒളിച്ചിരിക്കാൻ ഗൈസ്. അവൻ അങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ മിക്കവാറും ഇതിൽ കറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും ബാറ്ററിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻസ് കണ്ടുപിടിക്കണം. ക്യാൻസ് ഉള്ളത് നമ്മുടെ സ്കൂളിലാണ് ഗൈസ്. ഓക്കെ, ചങ്ങാതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കൂളിലാണ് ക്യാൻസ് ഉള്ളത്. അതെന്തായാലും അവിടെ നിന്ന് എടുക്കണം. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങാം ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവനവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എടേ, അവൻ നമ്മളെ കണ്ടടേ. എടേ, എന്ത് കഷ്ടമാണിത് ഗൈസ്. അവൻ നമ്മളെ കണ്ട്. അവനവിടെ ഓക്കെ, ഗൈസ്, അവനെ നമുക്ക് എങ്ങനെ നമുക്ക് കളിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം ഗൈസ്. അവൻ എന്തായാലും വരട്ടെ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അവൻ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൻ എന്നെ കണ്ടോന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാനെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ബാറ്ററി കൊണ്ട് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇടണം ഗൈസ്. അതിനു മുമ്പ് ഞാൻ എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കട്ടെ. അവനെന്നെ കണ്ടു എന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, അവൻ വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, പുള്ളി നമ്മളെ കണ്ടിട്ടാണോ വരണേ? അല്ല ഗൈസ്, പുള്ളി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് എന്തായാലും ഇറങ്ങിയാലാ ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. ചേട്ടാ, ഇത് എന്ത് തേങ്ങയാടാ ഗൈസ്. ചേട്ടാ, ഇവനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി ഗൈസ്. നമുക്ക് എങ്ങോട്ടേക്കും പോകാൻ അവൻ സമ്മതിക്കുന്നില്ല. നമുക്ക് ഈ ബാറ്ററിയും കൂടി നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ട് എന്തായാലും ഇടാം ഗൈസ്. ഞാൻ എന്തായാലും ബാസ്ക്കറ്റിലേക്ക് നമ്മുടെ ബാറ്ററി ഇട്ടിട്ടുണ്ട്. എടാ, പണി പാളി. ഇത് പിടിച്ച് ഗൈസ്, പിടിച്ച് ഓ ഗൈസ്, അവിടെ കഷ്ടി രക്ഷപ്പെട്ട് ഞാൻ അവിടെ നിന്ന്. ഞാൻ വിചാരിച്ചു അവൻ പിടിച്ചു എന്നാണ് വിചാരിച്ചത്. കഷ്ടി എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗ്യാസ് ഓയിൽ എടുക്കാം ഗൈസ്. അവൻ വരുന്നുണ്ടോ ഗൈസ്? ഗ്യാസ് ഓയിൽ അവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും ഈ ഇഷ്ടിക വെച്ച് അവൻ്റെ തലമണ്ടോക്ക് ഒരെണ്ണം കൊടുക്കാം ഗൈസ്. ഓക്കെ, ഇന്നാ പിടിച്ചോ. യെസ്, ഗ്യാസ് ഓയിൽ എടുക്ക്. ഓടിക്കോ. ഓക്കെ, ഞാൻ എന്തായാലും അവിടെ നിന്ന് ഓടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ഗ്യാസ് ഓയിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ആ മരം മുറിക്കുന്ന ഒരു മില്ലില്ലേ ഗൈസ്, ആ മില്ലിൽ നമുക്കൊരു ജനറേറ്റർ ഓണാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്യാസ് ഓയിൽ. ഞാൻ എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കട്ടെ ഗൈസ്. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യണം. അവനെവിടെ നിന്നാണ് വരാമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. അവനെ കാണാനില്ലല്ലോ. ഓ ഗൈസ്, അവൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറേ നേരത്തിന് ശേഷം ഞാൻ എന്തായാലും അവനെ പറ്റിച്ച് ഞാനിവിടെ എന്തായാലും കടന്ന് കളഞ്ഞിട്ടുണ്ട്.
നമുക്ക് നേരെ ട്രീ ഹൗസിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബാറ്ററി എടുത്ത് നമ്മുടെ ഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അത് മിസ്സായി പോകും ഗൈസ്. ഓക്കെ, ഞാനങ്ങനെ ബാറ്ററിയും കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹാരിക്ക്. ഇനി നമുക്ക് 2 സാധനം മാത്രമാണ് കണ്ടുപിടിക്കാനുള്ളത്, ബൈനോക്കുലറും അതുപോലെ തന്നെ ക്യാൻസും. ഈ ക്യാൻസ് നമ്മുടെ സ്കൂളിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും നോക്കണം അതൊക്കെ. ഓക്കെ, അവൻ താഴെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അവൻ താഴെ നിൽക്കുന്നുണ്ട്. അവൻ പോയാലാണ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അവൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും നോക്കണ്ട, ഓടിക്കോ. നമുക്ക് നേരെ ഇവിടുന്ന് ഇനിയിപ്പോൾ ഷോ മില്ലിലേക്ക് പോവാന്നാണ് എനിക്ക് തോന്നണത്. കാരണം നമ്മുടെ കയ്യിൽ മറ്റേ ഗ്യാസ് ഓയിൽ കിട്ടിയിട്ടുണ്ടല്ലോ ഗൈസ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും അവിടെ കൊണ്ടുവന്ന് ഒഴിക്കണം. ഓക്കെ, ഞാനങ്ങനെ ഷോ മില്ലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഗ്യാസ് ഓയിൽ നമ്മുടെ ജനറേറ്ററിൽ കൊണ്ടുവന്ന് ഒഴിക്കണം ഗൈസ്. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗൈസ്. അവനോട് ഒരിടത്തുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ കോപ്പർ കീ. എടാ, നമ്മളിവിടെ വന്നില്ലായിരുന്നോ ഗൈസ്? നമ്മളിവിടെ വന്നില്ലായിരുന്നാണ് എനിക്ക് തോന്നണത്. കാരണം കോപ്പർ കീ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. ഈ ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇത് കണ്ടാ, ഇവിടെ ഒരു ചുവന്ന ലൈറ്റാണ് ഇപ്പോൾ കത്തിയേക്കണേ. നമുക്കത് ഗ്രീൻ ആക്കണം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ജനറേറ്റർ ഓൺ ആക്കേണ്ടത്. പിന്നെ ഇവിടെ കാണുന്ന ആ ഒരു ഡോറ് കണ്ടു ഗൈസ്, നമുക്ക് അങ്ങോട്ടേക്ക് കയറാനുള്ളതാണ്. പക്ഷെ അങ്ങോട്ടേക്ക് ഇപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല. കാരണം ഇവിടെ കണ്ട ഈ ഒരു മരം വന്ന് ബ്ലോക്കായി കിടക്കുകയാണ്. ആ മരം നമുക്ക് അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജനറേറ്റർ ഓൺ ആക്കേണ്ടത്. പിന്നെ ഈ വയർ പോയേക്കണുണ്ടാ, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജനറേറ്റർ ഇരിക്കണത്. അങ്ങോട്ടേക്ക് എങ്ങനെ കയറേണ്ടതെന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ആ ജനറേറ്റർ ഓൺ ആക്കിയാൽ മാത്രമാണ് ഗൈസ് ഈ മില്ല് പ്രവർത്തിക്കുള്ളൂ. ഈ മില്ല് പ്രവർത്തിച്ചാലാണ് ആ മരം അവിടെ നിന്ന് മാറുള്ളൂ. ഓക്കെ, നമ്മുടെ കിഡ്നാപ്പർ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ അങ്ങോട്ട് പോണേന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഓക്കെ ഗൈസ്, അവൻ ഇങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ. അവനിങ്ങോട്ട് കയറി വരികയാണ്. ഞാൻ എന്തായാലും ഇവിടുന്ന് നൈസായിട്ടൊന്ന് ഇറങ്ങാൻ പോവാണ്. യെസ് ഗൈസ്, ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഗ്യാസ് ഓയിൽ എടുത്തുകൊണ്ട് പോകണോ? ഗ്യാസ് ഓയിൽ എടുത്തുകൊണ്ട് പോവാം ഗൈസ്. ഗ്യാസ് ഓയിൽ നമുക്ക് നേരെ അവിടെ കൊണ്ടുവന്ന് ഇടാം ഗൈസ്. ഈ ഒരു വഴിയുണ്ടോ? ഈ വഴിയാണ് നമ്മുടെ ജനറേറ്ററിലേക്ക് കയറാൻ പറ്റുന്ന വഴി. ഓക്കെ ഗൈസ്, ഒരു വട്ടം കളിച്ചുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവണേ. ഇവിടെ വീക്ക് സ്പോട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ പൊളിക്കണമെങ്കിൽ നമുക്ക് മറ്റേ ഇഷ്ടിക വേണം ഗൈസ്. ഓക്കെ, നമ്മളെ ഹാരി ആട്ട വിളിക്കണേ. എന്തായി സംഭവം എന്നൊക്കെ ചോദിച്ച് വിളിക്കണതാണ് ചങ്ങായി. പുള്ളിക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി ഗൈസ്, കാരണം നമ്മളാണ് കഷ്ടപ്പെടുന്നത്. ഓക്കെ, എന്തായാലും നമുക്കിവിടുന്ന് ഇഷ്ടിക എടുക്കാം ഗൈസ്. അവനോട് അടുത്ത് ഉണ്ടോ നോക്കട്ടെ. ഇല്ല ഗൈസ്, അവനോട് അടുത്ത് ഇല്ല. നമുക്ക് നേരെ ചെന്നിട്ട് ഒരു ഇഷ്ടിക എടുത്തുകൊണ്ട് വേണം ഗൈസ് അങ്ങോട്ട് ചെല്ലാൻ. കാരണം അവിടെ ഒരു വീക്ക് സ്പോട്ട് ഉണ്ട്, അത് പൊളിക്കണമെങ്കിൽ ഇഷ്ടിക വേണം. ഓക്കെ ഗൈസ്, അവനോട് അടുത്തുണ്ടോ അറിയില്ല കേട്ടോ. എനിക്ക് തോന്നണം അവൻ ഇതിൻ്റെ ഉള്ളിലാണെന്നാണ് എനിക്ക് തോന്നണേ. നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഒരു ഇഷ്ടിക എടുക്കാം. ഈ ഇഷ്ടിക എടുത്തുകൊണ്ട് പോയി നമുക്ക് നേരെ നമ്മുടെ വീക്ക് സ്പോട്ട് പൊളിക്കാം ഗൈസ്. ഓ ഗൈസ്, അവൻ അതിൽ വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറട്ടെ. അവനെവിടെ ഗൈസ്? അവൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവൻ നമ്മളെ കണ്ടിട്ടില്ല. ഓക്കെ, നേരെ ഇനി ചെന്ന് നമ്മൾ ഈ വീക്ക് സ്പോട്ട് പൊളിക്കാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമ്മളെന്തായാലും ഗ്യാസ് ഓയിൽ എടുത്തിട്ടുണ്ട്. കണ്ടില്ല ഗൈസ്, ഈ വയർ പോയേക്കണം ഇങ്ങോട്ടേക്കാണ്. ഇതാണ് നമ്മുടെ ജനറേറ്റർ. യെസ് ഗൈസ്, അങ്ങനെ ഗ്യാസ് ഓയിൽ ഒഴിച്ച് നമ്മുടെ ജനറേറ്റർ ഇവിടെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാനുണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി നേരെ ചെന്ന് അവിടെ നമ്മളൊരു റെഡ് ലൈറ്റ് അടിഞ്ഞൊരു സാധനം കണ്ടില്ല ഗൈസ്. അവിടെ നമ്മളൊരു സ്വിച്ച് ഉണ്ട്, അത് ഞെക്കണം. ഞാൻ കാണിച്ചു തരാം. ഓ പണി പാളിയുടെ. അവൻ്റെ ഇവിടെ വന്ന് ഗൈസ്. അവൻ നമ്മളെ കണ്ടില്ല ഗൈസ്, അവൻ നമ്മളെ കണ്ടില്ല കേട്ടാ. അവൻ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് അടച്ചേക്കാം നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഗ്രീൻ ലൈറ്റാണ്. നമുക്കിനി ഇത് ഓണാക്കണം. യെസ് ഗൈസ്, അങ്ങനെ അത് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ആ മരം അവിടുന്ന് നീങ്ങി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ആ റൂമിലേക്ക് കയറാൻ പറ്റും. അതാണ് കളി. യെസ്,
ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്നൊരു മെറ്റൽ സിസറാണ് നമുക്ക് കിട്ടിയേക്കണേ. ഈ മെറ്റൽ സിസർ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അവൻ അങ്ങോട്ട് പോയെന്നൊരു പിടിയിലില്ല. നമുക്ക് എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. അവൻ എപ്പോൾ വേണമെങ്കിലും ഈ വഴി വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. അവനെ കാണാനില്ല കേട്ടാ. നമുക്ക് വേണ്ടത് ഇനി ബൈനോക്കുലറും അതുപോലെ തന്നെ ക്യാനും ആണ് നമുക്ക് വേണ്ടത്. ആ 2 സാധനങ്ങൾ മാത്രം നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ഹാരി കൊടുത്താൽ മതി. ഓക്കെ, ഞാനങ്ങനെ മെറ്റൽ സിസർ അവിടെ ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം നിങ്ങളെ. അവൻ എവിടെയാണെന്ന് ആദ്യം നോക്കട്ടെ ഞാൻ. ഇവിടെ ഒന്നും കാണാനില്ല കേട്ടാ. പുള്ളിനെ കാണാനില്ല എവിടെയെങ്കിലും. ഇങ്ങോട്ട് പോയിന്ന് യാതൊരു പിടിയിലില്ല. ഇവിടെ നിന്ന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനം നമുക്ക് എടുക്കാനുണ്ടാവും ഗൈസ്. അതല്ലാതെ വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ഫസ്റ്റ് നോക്കട്ടെ. ഇവിടെ പ്രത്യേകിച്ചൊന്നും സാധനം കാണാനില്ല കേട്ടോ ഗൈസ്. ഈ സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഗൈസ് ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് എവിടെയായിട്ടായിരുന്നു? ഓക്കെ ഗൈസ്, ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പൂച്ചയുണ്ട് ഗൈസ്. ആ പൂച്ച നമ്മളെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. ആ പൂച്ച എന്തിനോ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു അവിടെ എങ്ങാണ്ടാണ് നമ്മുടെ ബൈനോക്കുലർ ഉള്ളത്. പക്ഷെ ആ ബൈനോക്കുലർ നമുക്ക് എടുക്കാൻ ഇപ്പോൾ പറ്റില്ല ഗൈസ്. കാരണം ആ പൂച്ച നമ്മളങ്ങോട്ട് കടത്തി വിടുന്ന പോലുമില്ല, നമ്മളെ ഭ്രാന്താണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ പിടിച്ച് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമുക്കൊരു ഫിഷിംഗ് സ്പോട്ട് കണ്ടില്ല ഗൈസ് ട്രീ ഹൗസിൽ, അത് തന്നെ സംഭവം. ഓക്കെ ഗൈസ്, അവൻ എന്തായാലും ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടുന്ന് എസ്കേപ്പ് ആവാൻ എളുപ്പമാണ്, ഇവിടുന്ന് ചാടിയാൽ മതി. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിനി നേരെ ട്രീ ഹൗസിലേക്ക് പോകണം ഗൈസ്. കാരണം അവിടെ ഒരു ഫിഷിംഗ് സ്പോട്ട് നമ്മൾ കണ്ടായിരുന്നു. അത് നമ്മൾ ആ ഫിഷിംഗ് സ്പോട്ടിൻ്റെ അവിടെ ചെന്ന് ഒരു മീനെ പിടിച്ച് നമ്മുടെ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കണം ഗൈസ്. അതാണ് നമ്മുടെ കളി എന്ന് പറയണേ. പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പൂച്ച മീൻ കഴിക്കും, നമ്മൾ നേരെ അവിടെ കയറി നമ്മുടെ സാധനങ്ങൾ എടുക്കും. എനിക്ക് തോന്നുന്നു ബൈനോക്കുലർ ആണെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും നോക്കാം. മെറ്റൽ സിസർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ മെറ്റൽ സിസർ വെച്ചിട്ട് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, മെറ്റൽ സിസർ വെച്ചിട്ട് എന്തായിരുന്നു പരിപാടി? ഓക്കെ 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 ഗൈസ്, ഇവിടെ ആയിട്ടൊരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു. പണിപാളി ഗൈസ്. അവൻ കണ്ട് കറക്റ്റ് അവൻ്റെ വായിലേക്ക് തന്നെയാണ് ഈ കയറി ചെന്ന് കൊടുക്കണത്. എന്ത് തേങ്ങയാണ് ഗൈസ്. ഇവിടെ ആയിട്ടാന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഇവിടെയാണ് ഗൈസ്, ഇവിടെയാണ്. കണ്ട ആ സംഭവം നമ്മൾ പൊളിച്ച്, നമ്മുടെ മെറ്റൽ സിസർ വെച്ചിട്ട് എന്തെല്ലാം സാധനം പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട്. അത് ബൈനോക്കുലർ ആണോ ക്യാനാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അവൻ വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, കുറേ നേരത്തിന് ശേഷം അവൻ തിരിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് ക്യാനാണ് ഗൈസ് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ നമുക്കങ്ങനെ ക്യാൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് എന്തായാലും ഇടാം ഗൈസ്. ഓക്കെ, നമുക്കിനി ഒരു സാധനം മാത്രമാണ് കിട്ടാനുള്ളത്, ബൈനോക്കുലർ. ആ ബൈനോക്കുലർ ഉള്ളത് നമ്മുടെ ഷോമില്ലിലാണ് ഗൈസ്. അവിടെ ഒരു പൂച്ച പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടില്ലേ, അത് നമ്മുടെ ബൈനോക്കുലറാണ് ഗൈസ്. നമ്മളങ്ങോട്ട് ആ പൂച്ച കടത്തി വിടുന്ന പോലും ഇല്ല. അതിന് നമുക്കൊരു മീനെ പിടിക്കണം, പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കണം ഗൈസ്. അതാണ് പരിപാടി. ഓക്കെ, നമുക്കിനി നേരെ നമ്മുടെ എങ്ങോട്ടാ പോവാ? നമുക്ക് ഫാമിലേക്ക് ഒന്നുകൂടി ഒന്ന് പോയി നോക്കണം. കാരണം നമുക്ക് ഈ മീൻ പിടിക്കാനുള്ള ചൂണ്ട ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ആ ചൂണ്ട കണ്ടുപിടിക്കണം ഗൈസ്. ആ ചൂണ്ട കണ്ടുപിടിച്ചാലാണ് ബാക്കി കളി നടക്കുകയുള്ളൂ. ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ആ ചൂണ്ട കണ്ടുപിടിക്കണം. കൂടുതലും അത് ഫാമിലാണ് കാണാറുള്ളത് ചൂണ്ട. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, ഇതെന്താണ്? ഇത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ, എന്തൊരു സാധനം. ഓക്കെ ഗൈസ്, ഇവിടെ ഇല്ല ഗൈസ്. ഇവിടെ നിന്നാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ചൂണ്ട കിട്ടിയിട്ടുണ്ടായേ, ഫിഷിംഗ് റോഡ് കിട്ടിയിട്ടുണ്ടായ ഇവിടെ നിന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഇല്ല ഗൈസ്. ഇനി എവിടെ പോയി നമ്മളത് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ഇവിടെ എല്ലായിടത്തൊക്കെ ഉണ്ടോയെന്ന് ഞാൻ എന്തായാലും നോക്കട്ടെ കേട്ടോ ഗൈസ്. അവനെ കാണാനില്ലല്ലോ. ഓക്കെ, അവൻ അതിൽ വരുന്നുണ്ട് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടുന്ന് നേരെ
നമ്മുടെ സ്കൂളിലേക്ക് ഒന്നുകൂടിയും പോകണം ഗൈസ്. സ്കൂളിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സ്കൂളിൽ ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, നോക്കാം. ഓക്കെ, ഞാനങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടുമോ നോക്കാം ഗൈസ്. ഫസ്റ്റ് ടൈം ഞാൻ എന്തായാലും ഇതിൻ്റെ ഒന്ന് മേളിൽ കയറട്ടെ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ റാബിറ്റ് മച്ചാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചാടി പോവാം ഗൈസ്. ഏകദേശം നമ്മുടെ ഐസ്ക്രീം കടക്കാരനെ പോലെ തന്നെയാണ് ഗൈസ്. കാരണം ഐസ്ക്രീം കടക്കാരൻ നമ്മുടെ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകണ തന്നെയായിരുന്നു പണി. ഇവനും അത് തന്നെയാണ് ഗൈസ് പണി. ഇവനും പിള്ളേരെ തട്ടിക്കൊണ്ട് പോയിട്ട് ഡോളാക്കി മാറ്റുകയാണ് ഗൈസ്. അതെന്തിനാന്ന് എനിക്കറിയില്ല, എന്ത് കാര്യത്തിനാന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, അവനെന്തേ ഗൈസ്? അവനെ കാണാനില്ല കേട്ടോ. അവനതിൽ വരുന്ന ഞാൻ കണ്ടായിരുന്നു. എങ്ങോട്ട് പോയി അവൻ? ഓക്കെ, അവൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട് ഗൈസ്. അവനെന്തേ? അവനിവിടെ കാണാനില്ലല്ലോ. അവനെങ്ങോട്ട് പോയേ? ഓ ഗൈസ്, അവൻ ഇപ്പുറത്തേക്ക് കടന്നായിരുന്നില്ലേ? ഞാൻ കണ്ടില്ല ഗൈസ്. അവൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ദേ വരുന്നു. അവൻ നമ്മളെ കണ്ടിട്ടില്ല ഗൈസ്. അവൻ നമ്മളെ കണ്ടില്ലടേ ഗൈസ്. കണ്ടില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് നമുക്ക് നേരെ ചാടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം ഗൈസ്. ആ ഫിഷിംഗ് റോഡ് കിട്ടിയാലാണ് ഇനി ബാക്കി അങ്ങോട്ടുള്ള കളി നടക്കുള്ളൂ ഗൈസ്. അല്ലാതെ കളി നടക്കില്ല. അവൻ നമ്മളെ കണ്ട് ഗൈസ്. അവൻ നമ്മളെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടേക്ക് ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ടൈം, ഞാൻ ഇങ്ങോട്ടൊന്നും വന്നില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഇവിടെ കുറേ സ്ഥലത്ത് കുറേ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്, ഒരു വയലറ്റ് കളറിൽ. അതെന്താണെന്ന് എനിക്ക് ഇതുവരെയും പിടി കിട്ടിയിട്ടില്ല കേട്ടോ. അറിയാവുന്നവരും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യ്. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, നമുക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഫിഷിംഗ് റോഡൊന്നും ഇവിടെ ഇല്ല. ഇനി നമ്മൾ എവിടെ പോയി അത് തപ്പും ഗൈസ്? നമ്മുടെ ഫിഷിംഗ് റോഡ് ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇനി അത് എവിടെ പോയി തപ്പുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. സാധാരണ നമ്മുടെ ഫാമിലാണ് നമ്മുടെ ഫിഷിംഗ് റോഡ് കാണാറ്. പക്ഷെ ഫാമിലി ഫിഷിംഗ് റോഡ് ഇല്ല ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫാമിലി ഫിഷിംഗ് റോഡ് ഇല്ല. പിന്നെ എവിടെ ഫിഷിംഗ് റോഡ് നമ്മുടെ ഉണ്ടാവും? അതാണ് അറിയാൻ പാടില്ലാത്തത് ഗൈസ്. അവൻ എങ്ങോട്ട് പോയെന്ന് യാതൊരു പിടിയിലില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് പോവാന്നാണ് എനിക്ക് തോന്നണേ. അല്ലാതെ ഇവിടുന്ന് ഇപ്പോൾ ഫിഷിംഗ് റോഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. നമുക്കെന്തായാലും ഒന്നുകൂടി ഞാൻ ഒന്ന് മേടിൽ കയറട്ടെ. അവൻ വരണ്ടോ നോക്കട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് വെക്കൊന്നും പോകാനും പറ്റില്ല ഗൈസ്. കാരണം ഫിഷിംഗ് റോഡ് വേണം. ഫിഷിംഗ് റോഡ് ഇല്ലാതെ ഇനി അങ്ങോട്ട് കളി നടക്കില്ല. ആ ഫിഷിംഗ് റോഡ് നമ്മൾ മറ്റേ ട്രീ ഹൗസിലൊരു സ്ഥലം കണ്ടില്ലേ, അവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് മീനെ പിടിച്ച് നമ്മുടെ ആ ക്യാറ്റിന് കൊണ്ടിട്ട് കൊടുക്കണം. അതാണ് കളി. എന്നിട്ട് പിന്നെ അവിടെ നമ്മൾ ബൈനോക്കുലർ എടുത്ത് നമ്മുടെ ഹാരിക്ക് കൊണ്ടു കൊടുക്കണം. അത്രേ ഉള്ളൂ. ബട്ട് ഫിഷിംഗ് റോഡ് കാണാനില്ല. ഫിഷിംഗ് റോഡ് മിസ്സിങ് ആണ് ഗൈസ്. അവനെ കാണാനില്ല ഞാൻ ഗൈസ്. അവൻ എങ്ങോട്ട് പോയി? ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ ഏത് വഴി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവൻ ഐസ്ക്രീം കടക്കാരനേക്കാളും സീനാട്ടോ. ഐസ്ക്രീം കടക്കാരനേക്കാളും സീനാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നണത്. ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചിട്ടുണ്ട്. അവൻ ഏത് വഴി വരുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കയറി എന്തായാലും ഒളിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ ഗൈസ്. അവനെ കാണാനില്ലല്ലോ. ഓക്കെ, ഞാനെന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അവനപ്പുറം നിൽപ്പുണ്ട് കേട്ടോ. നമുക്കിനി നേരെ ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇങ്ങോട്ട് നമ്മൾ ആദ്യം വന്നത് തന്നെയാണ്. ബട്ട് എനിക്കിവിടുന്ന് പോകാൻ തോന്നണില്ല ഗൈസ്. കാരണം ഫിഷിംഗ് റോഡ് ഇവിടെ എല്ലായിടത്തും ഉണ്ടാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. ഇല്ല ഗൈസ്, ഇവിടെ ഒന്നും ഫിഷിംഗ് റോഡ് ഇല്ല. പിന്നെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും ഫിഷിംഗ് റോഡ്? ബ്രോ, ഫിഷിംഗ് റോഡ് വേണം, ഇല്ലാതെ കളി നടക്കൂല ഗൈസ്. എങ്ങനെയും നമുക്ക് ഫിഷിംഗ് റോഡ് കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നും ഫിഷിംഗ് റോഡ് ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നണത് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ലെയറിലേക്ക് പോവാം ഗൈസ്. ലെയറിൽ പോയിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം.
ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ ഫിഷിംഗ് റോഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലെയറിലായിരുന്നു നമ്മുടെ ഫിഷിംഗ് റോഡ് ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അങ്ങനെ ഫൈനലി കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ഫിഷിംഗ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ ട്രീ ഹൗസിലേക്കാണ് ഗൈസ് പോകേണ്ടത്. അവിടെയാണ് നമുക്ക് ഫിഷിംഗ് റോഡ് സെറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെയാവും വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ റാബിറ്റ് കില്ലർ വരുന്നുണ്ട് കേട്ടോ. കില്ലർ എന്ന് പറയാൻ പറ്റില്ല, കിഡ്നാപ്പർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ റാബിറ്റ് കിഡ്നാപ്പർ എന്തായാലും അതിൽ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ എന്നെ കണ്ടോ? ഇല്ല ഗൈസ്, അവൻ കണ്ടിട്ടില്ല. എടേ എൻ്റെ നേരെ തന്നെയാലോ എന്നെ. ഇല്ല ഗൈസ്, ഇല്ല ഇല്ല ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എടേ അവൻ അങ്ങോട്ട് ഗൈസ്, ഞാൻ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. അവനെന്നെ കണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും നേരെ നമ്മുടെ ട്രീ ഹൗസിലേക്ക് പോവാണ് ഗൈസ്. നമ്മുടെ ട്രീ ഹൗസിൽ വന്നിട്ടുണ്ട്. എന്തായാലും ട്രീ ഹൗസിൽ വന്നിട്ട് ഇനി നമ്മുടെ ഫിഷിംഗ് റോഡ് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ക്യാൻസ് എടുത്ത് നമ്മുടെ ഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കണം ഗൈസ്. കിട്ടുന്ന സാധനം നമ്മൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനങ്ങനെ ക്യാൻ എന്തായാലും നമ്മുടെ ഹാരിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒറ്റ സാധനം മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ, അത് ബൈനോക്കുലറാണ്. അതെവിടെയാണെന്ന് നമുക്കറിയാം. ഓക്കെ ഗൈസ്, നമ്മുടെ റാബിറ്റ് എന്തേ ഗൈസ്? റാബിറ്റിനെ കാണാനില്ല കേട്ടോ. കിഡ്നാപ്പറിനെ കാണാനില്ല. ഓക്കെ, ഞാൻ എന്തായാലും നമ്മുടെ ഫിഷിംഗ് റോഡ് എടുക്കട്ടെ കേട്ടോ. ഫിഷിംഗ് റോഡ് എടുത്ത് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം ഗൈസ്. അവൻ എവിടെയാണെന്ന് യാതൊരു പിടിയില്ല. അവൻ എവിടെ നിന്നുള്ളപ്പോൾ നമ്മൾ പിടിക്കാം, അതാണ് ഏറ്റവും വലിയ തൊല്ല. എനിക്കറിയില്ലടേ. ഓക്കെ, നമ്മുടെ ഫിഷിംഗ് റോഡ് സെറ്റാക്കേണ്ടത് ഇവിടെയാണ് ഗൈസ്. ഇവിടെ നമ്മുടെ ഫിഷിംഗ് റോഡ് സെറ്റാക്കുക. ഇപ്പം തന്നെ മീൻ വരും. യെസ് ഗൈസ്, മീനെ കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ഈ മീൻ എടുത്തുകൊണ്ട് പോയി നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് ഇടണം ഗൈസ്. ഗൈസ്, അവനതിൽ വരുന്നുണ്ട് കേട്ടോ. പുള്ളി അതിൽ വരുന്നുണ്ട്. ഓക്കെ, അവൻ നമ്മളെ കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ, യു ക്യാൻ ഹൈഡ്. പുള്ളി ഹൈഡ് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഫിഷ് എടുത്തുകൊണ്ട് പോയി നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് ഇടാം. നമുക്കിനി അവിടെ നിന്ന് നേരെ നമ്മുടെ ഷോ മില്ലിലേക്ക് പോകണം ഗൈസ്. കാരണം അവിടെയാണ് നമ്മുടെ പൂച്ച ഉള്ളത്. നോക്കട്ടെ. ഓക്കെ, ഞാനങ്ങനെ എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ എന്തായാലും നമ്മുടെ ഫിഷ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഷോ മില്ലിലേക്ക് പോവാം ഗൈസ്. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഷോ മില്ലിൽ എത്തിയിട്ടുണ്ട്. ഫിഷ് എടുക്ക്. യെസ് ഗൈസ്, ഫിഷ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മുടെ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കണം. ഓ പണിവാളി ഗൈസ്, അവനോട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവൻ നമ്മളെ കണ്ടിട്ടില്ല. ഓക്കെ, അവൻ നമ്മളൊക്കെ വിളിക്കുകയാണ് ഗൈസ്. നമ്മുടെ പേര് ടോം എന്നാണ് കേട്ടോ. നമ്മുടെ പേര് ടോം എന്നാണ്. എടേ അവൻ ദേ കയറി വരുന്നു തേങ്ങ. ഗൈസ് പണിവാളി, അവൻ പുറകെയുണ്ട് കേട്ടോ. പുറകെയുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും നേരെ ഈ ഫിഷ് കൊണ്ടുപോയി നമ്മുടെ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, കയറ്. അവനാരും വരുന്നുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ. ഓക്കെ, ഞാൻ എന്തായാലും പൂച്ചയ്ക്ക് ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല ഗൈസ്, ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, നമുക്കങ്ങനെ ഫൈനലി ബൈനോക്കുലർ ഇട്ടിട്ടുണ്ട് ഗൈസ്. പൂച്ച മീനെടുത്തുകൊണ്ട് പോയി. ഇതായിരുന്നു സംഭവം. അപ്പോൾ ബൈനോക്കുലർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ല ഗൈസ്. നമ്മളിനി നേരെ ഈ ബൈനോക്കുലർ എടുത്തുകൊണ്ട് പോയി നമ്മുടെ ഹാരിക്കുണ്ട് കൊടുക്കുക. അയ്യോ പണിപാളി ഗൈസ്, അവനെവിടെ? ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ കയറി. എടാ അയ്യോ എടാ, ജസ്റ്റ് മിസ്സാ. ഇപ്പം പണി പാളിയനെ. ഓ മൈ ഗോഡ് ഗൈസ്, ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട്. നമുക്കെന്തായാലും നമ്മുടെ ബൈനോക്കുലർ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് നേരെ എടുത്തുകൊണ്ട് പോയി നമ്മുടെ ഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കണം ഗൈസ്. നമ്മൾ ഇത്രയും സാധനം കണ്ടുപിടിച്ച് കൊടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. നമ്മുടെ ഹാരി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അവനോടൊരു സേഫ്റ്റി സിസ്റ്റം തന്നെ അവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കണേ.
അതായത് നാളെ, അതായത് രാവിലെ ആവും, ഇപ്പോൾ രാത്രിയാണ് ഗൈസ്, രാവിലെ ആകുമ്പോഴത്തേനും നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ കൂട്ടാൻ വരുമെന്നാണ് നമ്മുടെ ഹാരി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായേ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ബൈനോക്കുലറും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല ഗൈസ്, നമുക്കങ്ങനെ പേടിയൊന്നുമില്ല. നമുക്കുണ്ടോ പേടി? എവിടെ നിന്ന്? യെസ് ഗൈസ്, അങ്ങനെ എല്ലാ സാധനവും നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ക്യാമറ ഉണ്ട് കേട്ടോ. ഓക്കെ, ക്യാനൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, നെയിൽസൊക്കെ വെച്ചിട്ട് അടിക്കുകയാണ്. ഓക്കെ, നമ്മൾ സേഫ് ആയിരിക്കുമെന്നാണ് നമ്മുടെ ഹാരി പറയുന്നത് ഗൈസ്. ഓക്കെ, നമ്മൾ ടയേർഡാന്നൊക്കെ പറയുന്നുണ്ട് ഹാരി. അപ്പോൾ നമുക്ക് എന്തായാലും കിടന്നുറങ്ങാൻ ഗൈസ്. രാവിലെ ആകുമ്പോൾ നമ്മുടെ പേരൻസൊക്കെ വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ എന്തായാലും കിടന്നുറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എന്തായാലും രാവിലെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ഹാരീനെ കാണാനില്ല ഗൈസ്, ഹാരീനെ കാണാനില്ല. നമ്മളോടൊപ്പം ഇന്നലെ ഇവിടെ കിടന്ന് ഉറങ്ങിയൊരു ആളാണ്, അവനെ കാണാനില്ല ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, അവനെ കാണാനില്ല ഗൈസ്. ഇതുണ്ടോ, നമ്മൾ ഇന്നലെ ഇവിടെ സെറ്റാക്കി വെച്ചതായിരുന്നു ഗൈസ്, ഇതൊക്കെ പൊളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഹാരീനെയും കൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ട, ക്യാനൊക്കെ ഇവിടെ പൊട്ടിച്ചിട്ടേക്കണ്. നമ്മുടെ ഹാരീനെയും കൊണ്ട് എന്തായാലും നമ്മുടെ കിഡ്നാപ്പർ പോയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്, പക്ഷെ നമ്മുടെ പേരൻസ് ഒന്നും വന്നിട്ടില്ല. എടാ, നമ്മുടെ ഹാരീനെ കൊണ്ടുപോയി, നമ്മൾ വീണ്ടും ഒറ്റയ്ക്കായിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഗൈസ്, ഇതെന്താണ് കോടാലിയൊക്കെ വെച്ചോണേ? ഇത് മറ്റേ കിഡ്നാപ്പറിൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാലിയാണ് ഗൈസ്. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ലെയറിലേക്ക് മാത്രമാണ് ഗൈസ് പോകാൻ പറ്റുള്ളൂ. നമുക്കെന്തായാലും പോയി നോക്കാം. ഓക്കെ, ഞാനങ്ങനെ എന്തായാലും ലെയറിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ലെയറിൽ ഈ ഒരു ഡോറ് ഓപ്പൺ ആവണേ. ഓക്കെ, നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം ഗൈസ്. ഈ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓ ഗൈസ്, ഇതാണ് സംഭവം ഗൈസ്. കണ്ടില്ലേ, നമ്മുടെ മറ്റേ ബില്ലിയും എമയാണെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഹാരിയാണ് ഗൈസ്. കണ്ടില്ലേ, അവർ ഡോളാക്കി മാറ്റി ഗൈസ്, പുള്ളി ഡോളാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും. കണ്ണൊക്കെ അനങ്ങുന്നുണ്ട് ഗൈസ്, കണ്ണൊക്കെ അനങ്ങുന്നുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ കിഡ്നാപ്പർ എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഗൈസ് വീഡിയോ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 ആയിട്ട് എന്തായാലും വരാം ഗൈസ്. ബൈ ഗൈസ്.